2025 കഴിഞ്ഞിരിക്കുന്നു, 2026 തുടങ്ങിയിരിക്കുന്നു. ലാലേട്ടൻ ചിത്രങ്ങളാണല്ലോ മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡുകളെല്ലാം തകർത്തു. ആ തകർത്ത റെക്കോർഡുകൾ വീണ്ടും തകർക്കാൻ വേണ്ടി ലാലേട്ടൻ സിനിമകൾ പുതിയതായിട്ട് വീണ്ടും എത്തുന്നു. 2026 വളരെ പ്രതീക്ഷയോട് മലയാളികൾ കാത്തിരിക്കുന്ന വ്യക്തിയാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ ചിത്രങ്ങൾ ഏതാണെന്ന് അറിയുമ്പം തന്നെ അതിൻ്റെ ഹൈപ്പ് അങ്ങ് കൂടുന്നതാണ് നമ്മൾ കണ്ടത്. 2026 ലാലേട്ടൻ്റെതായി പുറത്തിറങ്ങാനുള്ള ചിത്രമാണ് ദൃശ്യം. വമ്പൻ ഹൈപ്പിൽ നിൽക്കുന്ന ഈ ചിത്രം കോടികൾ കളക്ഷൻ ഇപ്പം തന്നെ നേടിയ ചിത്രം എനിക്ക് തോന്നുന്നു വിഷു റിലീഫായിട്ട് എത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ലാലേട്ടൻ്റെ 2026 ആദ്യ ചിത്രം ഒരുപക്ഷെ വിഷു റിലീഫായി എത്തുന്ന ദൃശ്യം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. മറ്റൊരു ചിത്രമാണ് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരെല്ലാം, നയൻതാര എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന രമേശ് നാരായണ സംവിധാനം ചെയ്യുന്ന ചിത്രം. അതും വിഷു റിലീഫായിട്ട് എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. 129 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പടം കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരുപക്ഷെ ഓണം റിലീഫായിട്ടാകാം ഒരുപക്ഷെ ആ ചിത്രം എത്തുന്നത്. ഈ 2 ചിത്രങ്ങളാണ് ലാലേട്ടൻ്റെതായി ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ചിത്രം പറഞ്ഞു കേൾക്കുന്നത് L365 തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം. അതും ലാലേട്ടൻ്റെതായി പുറത്തു വരാനുള്ള ചിത്രമാണ്. ഒരുപക്ഷെ 2026 പുറത്തിറങ്ങാനുള്ള മറ്റൊരു ചിത്രം ഇതുതന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റ് അനേകം ചിത്രങ്ങളെപ്പറ്റി ലാലേട്ടൻ്റെതായി പുറത്തു വന്ന വാർത്തകളുണ്ട്. മറ്റൊന്ന് രജപുത്രയും തരുൺമൂർത്തിയും മോഹൻലാലും വന്നിരിക്കുന്ന ചിത്രം ഈ കൊല്ലം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അങ്ങനെയെങ്കിൽ തരുൺമൂർത്തിയുടെ 2 ചിത്രങ്ങൾ 2026 ഒരുപക്ഷെ റിലീസ് ചെയ്യും. പല ചിത്രങ്ങളെ പറ്റിയുള്ള പ്രവചനങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. ദിലീഷ് പോത്തൻ്റെ സംവിധാനത്തിൽ മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നു എന്ന് കുറച്ച് നാളായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ആശീർവാദ് ഇത് നിർമ്മിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന ഒരു ചിത്രം ഒരുപക്ഷെ അതായി. നഖാഫ്, RDX, ഐ ആം ഗെയിം എന്ന നമ്മുടെ ദുൽഖറിൻ്റെ ചിത്രം, ഇതൊക്കെ സംവിധാനം ചെയ്യുന്ന വ്യക്തിയാണ് നഖാഫ്. ചെറുപ്പക്കാരായ യുവ സംവിധായകർക്ക് മോഹൻലാൽ ഇപ്പോൾ ഡേറ്റ് കൊടുക്കാറുണ്ട്. 2025 പലതും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ നഖാഫിൻ്റെ ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. അതൊരുപക്ഷെ 2026 27 പുറത്തു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഐ ആം ഗെയിം എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലാലേട്ടൻ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് പുറത്തു വിടുത്തുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ലാലേട്ടൻ്റെ കാമിയോ റോൾ എപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. എന്തിനു പറയുന്നു, കോടികൾ മുടക്കി മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാശ് തിരിച്ചു പിടിക്കാൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വേണ്ടി വരും. അതുതന്നെയാണ് ലാലേട്ടനെ എല്ലാവരും കാണുന്നത്. അതുതന്നെയാണല്ലോ മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രത്തിൽ ആദ്യമേ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞു കേട്ടതേയില്ല. പക്ഷേ കോടികൾ മുടക്കുന്ന ആ ചിത്രത്തിൽ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ ലാലേട്ടനല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലാലേട്ടന് പ്രാധാന്യത്തോടെ ഒരു വേഷം അതിനകത്ത് കിട്ടിയത്. മറ്റൊരു ചിത്രമാണ് കഴിഞ്ഞ ആഴ്ച റിലീഫായ ബബ്ബ എന്ന ചിത്രം. ബബ്ബ എന്ന ചിത്രം കോടികൾ മുടക്കി ഗോകുലം മൂവീസ് തിയേറ്ററിൽ എത്തിച്ചപ്പോൾ അത് 50 കോടി നേടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് ലാലേട്ടൻ തന്നെയാണ്. കാരണം ഫുൾ നെഗറ്റീവായിരുന്നു ഈ ചിത്രത്തെ സംബന്ധിച്ച് പുറത്തു വന്നപ്പം കേട്ടത്. എന്നിട്ടും 50 കോടി നേടി എന്നുള്ളതാണ് ചിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഗോകുലം മൂവീസിൻ്റെ 2 ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് കത്തനാരാണ്. ജയസൂര്യ നായകനാകുന്ന കത്തനാർ കോടികൾ മുടക്കി എടുക്കുന്ന ചിത്രം. അത് തിരിച്ചു പിടിക്കാൻ ഗോകുലം മൂവീസ് ആശ്രയിക്കുന്നത് ലാലേട്ടൻ്റെ കാമിയോ ആണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ചിത്രം ഗോകുലത്തിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ് സുരേഷ് ഗോപി നായകനായ ഒറ്റക്കൊമ്പൻ. കോടികൾ മുടക്കുമുതലുള്ള ഈ ചിത്രത്തിലും ലാലേട്ടൻ ഒരു കാമിയോ റോളിൽ എത്തിയേക്കാം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉറപ്പായുള്ള ചില കാമിയോകളുടെ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങൾ തന്നെയാണ്. ജയിലർ 1 ലാലേട്ടൻ നമ്മളെ ഞെട്ടിപ്പിച്ചു. ജയിലർ 2 ലാലേട്ടൻ രജനീകാന്തിനോടൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിലും ലാലേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം.
അത് എന്തുമാത്രം പ്രാധാന്യമുള്ള റോളാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മളെ ത്രസിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം നൽഫൻ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു അന്യഭാഷ കാമിയോ ആയിട്ട് പറയുന്നത് ഇന്ത്യയുടെ ചിത്രത്തിൽ ലാലേട്ടൻ കാമിയോ ആയിട്ട് എത്തുന്നു എന്നുള്ളതാണ്. അതും പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമാണ്, സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അനേകം കാമിയോകളും അനേകം മികച്ച വേഷങ്ങളുമൊക്കെ ആയിട്ട് ലാലേട്ടൻ 2026 നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൽ ഏതൊക്കെ ചിത്രങ്ങൾ പുറത്തു വരും എന്നുള്ളത് അറിയില്ല. മറ്റൊരു ചിത്രമാണ് ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രമായി എത്തുന്ന തുടക്കം എന്ന ചിത്രം. അതിനകത്ത് മോഹൻലാൽ കമ്മിയായിട്ടാണോ അതോ അതുക്കും മേലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമല്ല. ഏതായാലും ലാലേട്ടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. അങ്ങനെ തുടക്കത്തിലൂടെ ലാലേട്ടൻ വിസ്മയയ്ക്ക് വേണ്ടി ഒരു തുടക്കത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിസ്മയെ പറ്റിയുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മോഹൻലാലും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന ഖലീഫ എന്ന ചിത്രം. അത് പുറത്തു വന്ന വാർത്തകൾ പ്രകാരം മോഹൻലാലിന് മികച്ച റോള് തന്നെയാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുന്ന ആ ചിത്രം ലാലേട്ടൻ എത്തുന്നു. ഖലീഫയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ പുറത്തിറങ്ങാനിരിക്കെ ഒന്നാം ഭാഗത്തിൽ ലാലേട്ടൻ പൃഥ്വിരാജിനോടൊപ്പം ചെറിയ റോളിൽ എത്തുന്നുവെങ്കിലും രണ്ടാം ഭാഗത്തിൽ ലാലേട്ടന് പ്രാധാന്യമുള്ള ചിത്രമാണ് ഒരുക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ ലൂസിഫറിൻ്റെ 3 2026 ഓപ്പൺ ആകുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണുകയാണ്. 2026 ലാലേട്ടൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് നമുക്ക് വ്യക്തമാവുന്ന ചിത്രങ്ങൾ തന്നെയാണ്, അപ്ഡേറ്റുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സിനിമാ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.